ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ ഞാനൊരു അടുത്തുനിന്ന് പറഞ്ഞു വാങ്ങിച്ചാണ്. ഞങ്ങൾക്ക് ഇവിടെ നാടൻ മാങ്ങയൊന്നും കിട്ടാൻ വഴിയില്ല. അപ്പോൾ ഇത് ചാമ്പവരിക്കയാണ്. നല്ല കടിച്ചൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ചാമ്പവരിക്ക. ഇത് കോട്ടുകണ മാങ്ങയാണ്. ഇതെല്ലാം കോട്ടുകണ മാങ്ങയാണ്, നല്ല മാങ്ങയാണ്. ഞാനിത് ചാമ്പവരിക്ക ചോദിച്ചു വാങ്ങിയാൻ കാരണം ഈ നമുക്ക് വളം ഇല്ലാത്ത നല്ല ഫ്രഷായ മാങ്ങയൊന്നും കിട്ടാൻ വഴിയില്ല. അതുകൊണ്ട് ആണ് ഞാൻ വാങ്ങിച്ചത്. പണ്ടൊക്കെ ഞാൻ അച്ഛൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ കൊണ്ടുവരുമ്പോൾ ഞാൻ ഇതുപോലെ മാങ്ങയൊക്കെ എടുത്ത് നമ്മൾ കടിച്ചാണ് കഴിക്കണത്. ഇപ്പോഴുള്ളവരൊക്കെ അങ്ങനെയൊന്നും എനിക്കറിയില്ല. നമ്മൾ ഈ കാറ്റും മഴയത്തുമൊക്കെ ഈ മാവിൻ്റെ ഈ ചാമ്പവരിക്ക മാങ്ങ ഇങ്ങനെ വീഴുന്നത്, ചാമ്പവരിക്ക മാങ്ങയൊക്കെ ഇങ്ങനെ വീണത് നോക്കിയിരിക്കും. മഴ പെയ്യുകയും ചെയ്യും, മാങ്ങ ചറപറ വീഴുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് എടുത്ത് നമ്മളിങ്ങനെ കടിച്ചാണ് കഴിക്കണം, കടിച്ച്. വെക്കേഷനൊക്കെ ആകുമ്പോൾ നമ്മൾ അച്ഛൻ്റെ വീട്ടിൽ വരാൻ വേണ്ടി കാത്തിരിക്കും. സ്കൂളൊക്കെ അവധിക്ക് ഞങ്ങൾ കൊച്ചിലേ നമുക്കിങ്ങനെയാണ്. നമ്മളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാങ്ങയൊക്കെ ഞങ്ങൾ കടിച്ചാണ് കഴിക്കണം, ഞാൻ കഴിക്കാം. നമ്മളിങ്ങനെ ഈ രീതിയിൽ കുറേ 3-4 കുട്ടികളൊക്കെ കാണും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ മാവിൻ്റെ അടുത്ത് ഇങ്ങനെ മാങ്ങ മഴയത്ത് അങ്ങനെ വീഴുമ്പോഴത്തേക്ക് ചാമ്പൂരിക്ക മാങ്ങ വീഴുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് പറക്കി പിച്ചാത്തി ഒന്നും നോക്കൂല, ചെന്ന് കഴുകിയെടുത്ത് അപ്പം തന്നെ അത് കഴിക്കുകയാണ്. തോടെല്ലാം അങ്ങോട്ട് ഒരിച്ച് കളഞ്ഞിട്ട് ഇതേ ടൈപ്പിൽ അങ്ങനെ കഴിക്കുമായിരുന്നു. ഞാൻ മാങ്ങ എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇത് മാങ്ങയുടെ പാണ്ടി മാത്രമാണ് ഇപ്പോൾ കിട്ടിയിരിക്കണം. നമുക്ക് ഇത് കളഞ്ഞിട്ട് നമ്മൾ പുതിയ ആളുകൾ എങ്ങനെയാണ് കഴിക്കണമെന്ന് കാണിക്കാം. ഇപ്പോൾ ഉള്ളവർക്ക് നമ്മളിങ്ങനെ ചെത്തി അരിഞ്ഞ് വൃത്തിയാക്കി അവരിങ്ങനെ ഫോണിലോ അല്ലെങ്കിൽ പിന്നെ TV കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക നമ്മളിങ്ങനെ കൊടുത്താൽ അവരിങ്ങനെ എടുത്തിട്ട് ഇതേപോലെ കഴിക്കുക. അവരുടെ കയ്യിലൊന്നും തൊടൂല. ഇതിങ്ങനെ കുത്തിയെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഉള്ളവർ. പണ്ടത്തെ കാലത്തുള്ളതൊന്നും അവർക്കറിയില്ല. ഇങ്ങനെ കഴിക്കാനാണ് അവർക്കിഷ്ടം. അപ്പം അവരുടെ കയ്യിലോ ഒന്നും ആവില്ല.